ഇന്ന് നമ്മുടെ വീട്ടിൽ കുടുംബാമ്പലത്തിൽ നിന്ന് പറ വരുന്നു ദിവസം. അപ്പോൾ മുറ്റമൊക്കെ കഴുകി വൃത്തിയാക്കി വിളക്കൊക്കെ തേക്കാനെടുത്ത് വലിയ വിളക്ക് വെയിറ്റ് കൂടുതലായിരുന്നു. അപ്പോൾ ഞാൻ കഴുകിയ വൃത്തിയാകത്തില്ല എന്ന് പറഞ്ഞാൽ അച്ഛാ മാധവത്തി ഏറ്റെടുത്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്കെല്ലാം കഴുകി വൃത്തിയാക്കി ചട്ടിവിളക്കും കഴുകി വൃത്തിയാക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് രാത്രി ആയപ്പോഴത്തെ നിലവിളക്കും വാഴയിലയും കരിക്കും വെറ്റി അടക്കി എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പറ വരുമ്പോൾ കൂടെ ഉള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ടാങ്കൊക്കെ കലക്കി മധുരമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്കിനകത്തെല്ലാം എണ്ണയും തിരിയെല്ലാം ഇട്ട് വെച്ച് പിന്നെ പറ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കിണ്ണത്തപ്പവും പഴവും ബിസ്ക്കറ്റും പിന്നെ ടാങ്കും അത് കുടിക്കാനുള്ള ഗ്ലാസ്സും എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഏകദേശം 1:30 ആയപ്പോഴത്തേന് പറ വരുന്ന സൗണ്ട് കിട്ടും. അപ്പോൾ ഞങ്ങൾ വേഗം പോയി വിളക്കെല്ലാം പെട്ടെന്ന് ഞാൻ വെച്ചമ്മയും കൂടെ എല്ലാം കത്തിച്ച് അത് കഴിഞ്ഞിട്ട് ആദ്യം പീഠം കൊണ്ടുവന്ന് പീഠവും പറയും കൊണ്ടുവന്നിട്ട് പിന്നെ മേളക്കാർ വന്ന് പിന്നെ വെളിച്ചപ്പാട് വന്ന് പിന്നെ കൂടെ ലൈറ്റും കൊണ്ടുവരുന്ന ആൾക്കാരെല്ലാം വന്ന് അതിന് ഏറ്റവും ഒടുവില നെല്ലും ദേവിയും കൂടെ വന്നത്. അങ്ങനെ ദേവി വന്ന് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് തൊഴുത് പിന്നെ അച്ചാമ്മ അവിടെ നിന്ന് പറ ഇട്ടത്. അപ്പോൾ അച്ചാമ്മ പറ ആളെ നിട്ട് കഴിഞ്ഞിട്ട് പിന്നെ അവർ ആ പറ നിറച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവിക്ക് അവിടെ കുറച്ച് പൂജകളൊക്കെ നടത്തിയിരുന്നു. പൂജ നടത്തി പിന്നെ കരിക്കൊക്കെ നേദിച്ച് എന്നിട്ട് ആ നേദിച്ച കരിക്ക് നമുക്ക് പ്രസാദമായിട്ട് എൻ്റെ തന്നത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ എടുത്തു വെച്ച ഫുഡൊക്കെ എല്ലാവർക്കും കൊടുത്തു തുടങ്ങിയത്. അങ്ങനെ വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുത്ത് എല്ലാവർക്കും ബിസ്ക്കറ്റും കിണ്ണത്തപ്പവും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വേപ്പുണ്ട്. അപ്പോൾ ആ വേപ്പിൻ്റെ ഇല ഒടിച്ച് ദേവിക്ക് ഇങ്ങനെ തലയിൽ ഇതുപോലെ വെച്ച് നല്ല രസമുണ്ടെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവരവിടെ ഇരുന്നിട്ട് പിന്നെ പറയെല്ലാം തളിച്ചെടുത്ത് തന്നിട്ട് ദേവി കുറച്ച് നേരം കളിച്ച് വരും. പിന്നെ ഞങ്ങൾ അപ്പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അപ്പുറത്ത് നിന്ന് ഞങ്ങളെ ഇപ്പുറത്തോട്ട് വിളിച്ച് വരുത്തി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തലയിൽ ഭസ്മം ഇട്ട് ആദ്യം എൻ്റെ തലയിലിട്ട് പിന്നെ അച്ഛമ്മയുടെ തലയിലിട്ട് ലാസ്റ്റ് കണ്ണനും കൊടുത്ത് അപ്പോഴത്തേനും എല്ലാവരും പുറത്തോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പം ദേവിയും ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ നേരെ തിരിഞ്ഞ് പുറത്തോട്ടങ്ങ് ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും അവിടെ നോക്കി നിന്ന് തൊഴുത് അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഭസ്മം നെറ്റി തൊട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം പെറുക്കി വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി.